ഇപ്പോൾ ചില ആള് ഇതര മതസ്ഥരായ ക്രിസ്ത്യാനികളെ പിന്തുടർന്നുകൊണ്ട് അവനവന്റെ ജന്മദിനം കൊണ്ടാടുന്നവരുണ്ട്. ഒരു വലിയ കേക്ക് കൊണ്ടുവന്ന് വെച്ച് മുറിക്കല് വലിയ ഇബാദത്താണെന്ന് ധരിക്കുന്നവരുണ്ട്. അത് മറ്റേതെല്ലാമോ മതക്കാരിൽ നിന്ന് പകർത്തിയെടുത്തതല്ലാതെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ മുൻഗാമികളായ ആലിമീങ്ങൾ ആരും അങ്ങനെ ചെയ്തതായി എന്റെ ഓർമ്മയിൽ ഇല്ല. മുസ്ലിം ഉമ്മത്തിന് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ജന്മദിനാഘോഷം എന്നുള്ളത്. ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കളായ ഫറോവമാരാണ് അത് തുടങ്ങി വെച്ചിട്ടുള്ളത്. വിഗ്രഹാരാധകരാണ് അതിന്റെ പ്രചാരകരായിട്ടുള്ള ആളുകൾ. പിന്നീട് അത് യഹൂദ ക്രൈസ്തവരും ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും മുസ്ലിമിന് അതിനോട് യാതൊരു നിലക്കും യോജിക്കാൻ പറ്റാത്ത കാര്യമാണത്. ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യമാണത്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെ മുറുകെ പിടിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുമാണ് നമ്മളത് സ്ഥാപിക്കേണ്ടത്, സ്ഥിരപ്പെടുത്തേണ്ടത്. അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ. മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കുക നമ്മുടെ ആചാരാണോ? അത് ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാ. നമ്മളെമ്പാടും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ? സുബ്ഹാനല്ലാഹ്. നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല. നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? ബർത്ത്ഡേ ആഘോഷം എന്നത് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഭൗതികമായി യുക്തിവാദികൾ എന്നൊക്കെയാണല്ലോ പറയാറുള്ളത് പലരും. അതുപോലെ തന്നെ വലിയ ബുദ്ധിജീവികൾ ബുദ്ധി കൊടുത്ത് യുക്തിയുടെ തലത്തിൽ ആലോചിക്കുകയാണെങ്കിലും ആ ആഘോഷത്തിന് എന്തില്ല, ഒരു കഴമ്പുമില്ല. മറിച്ച് ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? 20 കഴിഞ്ഞു, 21ലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ 20 വർഷങ്ങളിൽ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് നന്മകൾ എനിക്ക് ചെയ്യാനുണ്ട്. ആ നന്മകളിലേക്ക് ഞാൻ ധൃതി കാണിക്കേണ്ടതുണ്ട് എന്ന ബോധമാണ് യഥാർത്ഥ ബുദ്ധിയുള്ള ആളെ നയിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവുക. ഇസ്ലാമിൽ അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷം ഇല്ല.